അന്നൊരു 2 കുപ്പി പെട്രോൾ എടുത്തോണ്ട് അങ്ങ് ഒഴിച്ചു. അപ്പോഴത്തെ ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി കതവും അങ്ങ് അടച്ചിട്ട് പിന്നെ അങ്ങ് ചീത്തവിളി ഇവിടെ എല്ലാം അങ്ങ് ആരായിരുന്നു എന്നുള്ളത് കണ്ടോ? കണ്ട് ഞങ്ങൾ കണ്ട് വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരാളും പിന്നെ പേടിച്ച് സത്യം നല്ല രീതിയിൽ പേടിച്ചു. വല്ലതും കയറി ഞങ്ങളുടെ ദേഹത്ത് ആ പെട്രോൾ ഒന്നും വീഴത്തില്ല. അതുകൊണ്ട് കതവടച്ച് ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി. പോലീസുകാരെ വിളിച്ചപ്പോഴേ 2 വട്ടം വിളിച്ച് 3ാമത്തെ വട്ടമായപ്പം പോലീസുകാർ ഫോൺ അങ്ങ് ഓഫാക്കി. ഫോൺ ഓഫാക്കി. പിന്നെ ഞങ്ങളൊരു നമ്മുടെ നൂറി വിളിച്ചു. ഇതിൻ്റെ ജനൽപ്പാളികളൊക്കെ തന്നെ പൊളിച്ചതിന് ശേഷമാണ് കല്ലെറിയുകയും അതോടൊപ്പം തന്നെ വീട് പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്ത് കേസ് കൊടുത്താലും നമ്മളിപ്പം പോയി പറഞ്ഞാൽ പോലും അവരിങ്ങോട്ട് നോക്കത്തേ ഇല്ല. ഇവിടുന്ന് ഒത്തിരി ചെറുക്കന്മാരെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ അടിക്കാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. നമസ്കാരം, ഞാനിപ്പോൾ നിൽക്കുന്നത് നല്ലില കളക്കിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കഴിഞ്ഞ ദിവസം രാത്രി ഈ വീട്ടിലുണ്ടായ വലിയ ഒരു അനിഷ്ട സംഭവം. ശരിക്കും സാമൂഹ്യ വിരുദ്ധർ ഈ വീട് യാതൊരു പ്രകോപനവുമില്ലാതെ അടിച്ചു നശിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാർത്ത കേട്ടാണ് ഞങ്ങൾ എത്തിയത്. ശരിക്കും പൂർണ്ണമായും തകർത്ത നിലയിലാണ്, ജനൽപ്പാളികളൊക്കെ തന്നെ പൂർണ്ണമായും തകർത്ത നിലയിലാണ് ഞങ്ങൾ വന്നപ്പോൾ കണ്ടത്. അതോടൊപ്പം 2 വാഹനങ്ങൾ. യാതൊരു തരത്തിലുള്ള പ്രകോപനവുമില്ലാതെ ഉത്സവവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം നിലനിന്നിരുന്നു എന്ന് പറയുന്നു. എന്നാൽ യാതൊരു തരത്തിലുള്ള പ്രകോപനമില്ലാതെ കുഞ്ഞുങ്ങൾ മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഒരു യുവതിയും ഉണ്ടായിരുന്നു. ഈ വീടിന് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം ഉണ്ടായിരിക്കുന്നു. ഇത് നല്ലില കളക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. കണ്ണനല്ലൂർ പോലീസിന്റെ പരിധിയിലാണ്. എൻ്റെ കൂടെയുള്ളത് ഈ വീട്ടിൽ ഈ സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന പ്രവീണയാണ്. പ്രവീണ, ശരിക്കും ഇന്നലെ രാത്രി എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ യാതൊരു പ്രകോപനവും ഇല്ലാതെ ഒരു വീട് തല്ലി തകർക്കുന്ന സാഹചര്യം ഉണ്ടായത്? ഞങ്ങളെല്ലാം കൂടി ഇവിടെ ഇരിക്കുമായിരുന്നു. ഞങ്ങളിങ്ങനെ ഇരിക്കാൻ നേരത്ത് ഇവിടുന്ന് ഒത്തിരി ചെറുക്കന്മാരെ ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇങ്ങനെ നിങ്ങൾ അടിക്കാനായിട്ട് ഒത്തിരി പേര് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ എല്ലാവരും കൂടെ കാര്യം പറഞ്ഞ് ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഞങ്ങൾ കയറി കിടന്നു കുറവ് 2-3 ആയപ്പോഴും സംഭവം നടക്കുന്നത്. 2 മണിയായപ്പോൾ ഞങ്ങൾ കയറി കിടക്കാൻ നേരത്ത് നോക്കിയപ്പോൾ ഞാൻ കിടക്കുന്ന ജനലിലോട്ട് ആദ്യമേ ഒരു വാളിട്ടിങ്ങനെ കുത്തി, നല്ല രീതിയിൽ കുത്തിയിട്ട് ഇങ്ങനെ നല്ല രീതിയിൽ പൊട്ടിച്ചിട്ട് ഇങ്ങനെ പിടിച്ച് വലിക്കുക. എന്ന് വെച്ചാൽ ഇങ്ങോട്ട് ഇങ്ങനെ വലിക്കുക. ഞങ്ങൾ ചോദിച്ചാൽ ആരെടാന്ന് ചോദിച്ചപ്പോഴേക്കും അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവിടെ അങ്ങോട്ട് കയറി. അപ്പോഴേ ഞങ്ങൾ കഥവും കടച്ചെന്ന് വെച്ചാൽ എല്ലാവരും ഞങ്ങൾ ഇവിടെ ഇരിക്കും. അങ്ങോട്ട് കയറിയതേ ഉള്ളൂ. അന്നൊരു 2 കുപ്പി പെട്രോൾ എടുത്തോണ്ട് അങ്ങ് ഒഴിച്ചു. അപ്പോഴത്തെ ഞങ്ങൾ ലൈറ്റ് ഓഫാക്കി കതവും അങ്ങ് അടച്ചിട്ട് പിന്നെ അങ്ങ് ചീത്തവിളി ഇവിടെ എല്ലാം അങ്ങ് ആരായിരുന്നു എന്നുള്ളത് കണ്ടോ? കണ്ട് ഞങ്ങൾ കണ്ട് വിശ്വംഭരൻ എന്ന് പറയുന്ന ഒരാളും പിന്നെ ഞങ്ങൾക്ക് ഒത്തിരി അറിയാവുന്ന ചെറുക്കന്മാർ തന്നെ ഉള്ളവരാണ്. ഇവിടെ തന്നെ ഉള്ളതാണ്. ഞങ്ങളിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മുൻ പ്രശ്നങ്ങൾ എന്തെങ്കിലും നിലനിന്നിരുന്നു? ഞങ്ങൾ ഈ പേനര അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഏപ്രിൽ 4 ഉത്സവമായിരുന്നു. അങ്ങനെ ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെയുള്ള എല്ലാവരും കൂടെ ഞങ്ങൾ ഉത്സവത്തിന് പോയിട്ട് തിരിച്ചു വരാൻ നേരത്ത് നമ്മുടെ ഈ മുക്കിൽ ഇവിടെ കുട്ടമുക്കെന്ന് അറിയപ്പെടുന്ന ഈ മുക്കിൽ ഒത്തിരി ചെറുക്കന്മാർ ഇവിടെ ഉള്ളല്ലേ, എടപ്പനയത്ത് മരുദൂരുള്ള ഒത്തിരി ചെറുക്കന്മാർ ഈ വിശാഖം എന്ന് പറയുന്ന ഈ പട്ടാളക്കാരൻ എന്ന് പറഞ്ഞ വിശാഖം എന്ന് പറഞ്ഞ ചെറുക്കനെ ഇവിടെ ഇട്ട് അടിക്കുന്ന ഞങ്ങൾ കണ്ട്. എന്തിൻ്റെ പേരിലായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു പെട്ടി ഇവിടുന്ന് ഒരു പ്ലോട്ട് ഇറക്കിയായിരുന്നു. പ്ലോട്ട് ഇറക്കി ഞങ്ങൾ ഈ ആയുർവേദ ഹോസ്പിറ്റലിൽ വരുന്ന നേരത്ത് ഈ താഴെയുള്ള ഒരു 21 വയസ്സുള്ള ഒരു വിച്ചു എന്നോ അങ്ങനെ പേര് ആ ചെറുക്കനെ ഈ പട്ടാളക്കാരെ എടുത്തിട്ട് അടിച്ചപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുക്കനെയും കൂടെ അടിച്ച് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് കളഞ്ഞതാണ്. അന്നേരം ഇവന്മാരിങ്ങോട്ട് വരാൻ നേരത്തെ ഇവന്മാരെല്ലാം കൂടെ ഈ മരുദൂരും എടപ്പനയത്തുള്ള ചെറുക്കന്മാരെല്ലാം കൂടെ ഈ മൂലയ്ക്ക് നിന്നിട്ട് അണ്ണൻ വരുന്ന വഴിയിൽ എല്ലാവരും കൂടെ ഓട്ടയ്ക്കകത്ത് കയറി അണ്ണനെയും അടിച്ച് ഈ പട്ടാളക്കാരനെ അടിച്ച്. ഞങ്ങളിതെല്ലാം ഞാൻ നിപ്പോണ്ട് ഇപ്പം കേസ് കൊടുത്തെന്ന് പറഞ്ഞാൽ മനീഷ്, മജേഷ്, നിതിന്, അതിനകത്തുള്ള ഇതിനകത്ത് 6-7 പേരുണ്ട്. ഈ 6-7 പേര് നിരപരാധികളാണ്. ഈ 6 പേരിനകത്ത് കൊടുത്താക്കുന്ന ഈ 6 പേരും അതിനകത്ത് ഇല്ലാത്ത ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കും. അടിക്കുന്നതും ഞങ്ങളുടെ ഫോണില്ല. ഞങ്ങളെന്ന് വെച്ചാൽ ഞങ്ങൾക്കറിയാം ഇവന്മാരെ ഈ അടിച്ചവന്മാരെല്ലാം ഞങ്ങൾക്ക് എന്നിട്ട് ഒരുത്തനെ അതിന് പിടിച്ചു മാറ്റി. എന്നിട്ടൊരു വളയം കൊണ്ട് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് ഇന്നലെ വന്നിട്ട് എത്ര മണിയോട് കൂടിയിട്ടാണ് സംഭവം? 2:30 ഞാൻ എന്നിട്ട് 2:30 വഴക്ക് ഇവന്മാരിങ്ങനെ വരുന്ന. ഇപ്പം ഞങ്ങൾ ഇവിടെ കഥ പടച്ചിട്ട് പോലീസുകാരെ വിളിച്ചപ്പോഴേ 2 വട്ടം വിളിച്ച് 3ാമത്തെ വട്ടമായപ്പം പോലീസുകാർ ഫോൺ അങ്ങ് ഫോൺ ഓഫാക്കി. പിന്നെ ഞങ്ങളൊരു നമ്മുടെ നൂറി വിളിച്ചിട്ട് ഞങ്ങൾ പിന്നെ സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു. അവർ തന്നെ കൊളപ്പാടം പോലീസുകാർ വന്ന് ഫോൺ ഓഫാക്കിയ സാഹചര്യം ഞങ്ങൾ വെച്ചാൽ ഞങ്ങൾ ഇങ്ങനെ അവർക്ക് മറ്റവരുടെ സപ്പോർട്ട് കൂടുതൽ എന്ന് വെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് എന്ത് കേസ് പറഞ്ഞു പോലും കൊളപ്പാടം പോലീസുകാർ ഇതുവരെയായിട്ട് എത്ര കേസ് കൊടുത്താലും നിരവധി പരാതികളുണ്ട്. ഒരുപാട് പരാതി നമ്മൾ കൊടുത്തിട്ടുണ്ട്. കൊളപ്പാടം പോലും ഇവിടെ ഒത്തിരി പ്രശ്നമുണ്ട് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു നിയമത്തിലാണ് ഞങ്ങൾ ഇതുവരെയായിട്ടും ഒരു കേസ് ഞങ്ങൾക്ക് ഇതായിട്ട് എടുത്തിട്ടില്ല. എന്ന് വെച്ചാൽ എന്ത് കേസ് കൊടുത്താലും അവരത് തള്ളിക്കളയുക. ഇതുവരെയായിട്ട് എന്ത് കേസ് കൊടുത്താലും നമ്മളിപ്പം പോയി പറഞ്ഞാൽ പോലും അവരിങ്ങോട്ട് നോക്കത്തേ ഇല്ല. അവരെ എന്ന് വെച്ചാൽ മറ്റവരെ കൂടെ നിൽക്കത്തുള്ളൂ. എപ്പോഴും അവരങ്ങനെ. ഞങ്ങളിവിടെ എന്ത് കേസ് കൊടുത്താലും മറ്റവരെ കൂടെ നിൽക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ എവിടെ കേസ് ഉണ്ടായാലും ഇപ്പം ദൂരെ കേസ് ഉണ്ടായാലും എവിടെ കേസ് ഉണ്ടായാലും അന്ന് രാത്രിയിലും വെളുപ്പിനെ ഇവിടെ കിടന്ന് വിളിക്കുക. ഒന്നേ എൻ്റെ ഫോണിൽ വിളിക്കും, അല്ലെങ്കിൽ മനീഷിൻ്റെ ഫോണിൽ വിളിക്കും. ഏത് അമ്പലത്തിൽ അടി ഉണ്ടാക്കിയാലും പോലീസുകാർ നേരെ ഇവിടുത്തെ അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടോ? അതറിയാൻ വയ്യ എന്തുവാന്ന്. എന്ന് വെച്ചാൽ ഇതുവരെയായിട്ട് ഇവരെന്ന് വെച്ചാൽ പണ്ടൊരു പ്രശ്നം ഉണ്ടായത്, പ്രശ്നം സോൾവ് ചെയ്ത് ഒരു പ്രശ്നത്തിന് ഇപ്പോൾ പോകുന്നില്ല. അവരവരെ കാര്യം തൊട്ട് ഒരാൾ വണ്ടി ഓടുന്നു, ഒരാൾ വെൽഡിങ്ങിന് പോവുക. ഒരു വഴക്കമുണ്ട്. ഈ പ്രാവശ്യം അമ്പലത്തിൽ ഒരു ഫ്ലോട്ട് ഇറക്കാന്ന് പറഞ്ഞ് എല്ലാവരും കൂടി ഇട്ട് ഫ്ലോട്ട് ഇറക്കി. ആ ഫ്ലോട്ടുമായിട്ടൊരു യാതൊരുവിധ ബന്ധവുമില്ല. ഇവന്മാരെല്ലാം കൂടെ മരുദൂരുള്ള ചെറുക്കന്മാരെല്ലാം കൂടി ഇവിടെ ഇട്ട് അടിക്കുന്നത്. എല്ലാവരും നേരം നിന്ന് നമ്മൾ ഈ ഇവന്മാർ രണ്ടുപേരും പിടിച്ചു മാറ്റാൻ നിന്നാൽ
അതൊരു പ്രശ്നമാവുന്നതുകൊണ്ട് പിടിച്ചു മാറ്റാൻ പോലും നിന്നില്ല. എല്ലാവരും കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കും. ഇവ അടിച്ചിട്ട് രണ്ട് ഓട്ടോ തകർത്ത നിലയിൽ കാണുന്നല്ലോ, അതെന്താണ്? അത് ഇന്നലെ ഞങ്ങൾ ചേട്ടന്മാരുടെ ചേട്ടന്മാരുടെ ഞങ്ങൾ ഇന്നലെ രാത്രി പറഞ്ഞില്ല ഇവിടെ ഇങ്ങനെ 2:30 വന്ന് സംഭവം നടന്നിട്ട് ഞങ്ങളിങ്ങനെ കതവ് പെട്ടെന്ന് എന്ന് വെച്ചാൽ ലൈറ്റല്ലോ പേടിച്ച്, സത്യം നല്ല രീതിയിൽ പേടിച്ചു. വല്ലതും കയറി ഞങ്ങളുടെ ദേഹത്ത് ആ പെട്രോൾ ഒന്നും വീഴത്തില്ല, അതുകൊണ്ട് കതവ് അടച്ച് ഞങ്ങൾ ലൈറ്റ് ഓഫ് ആക്കി. ശരിക്കും ഒരു വധശ്രമം തന്നെയായിരുന്നു. ആന്ന് വധശ്രമം തന്നെ. എൻ്റെ കൊച്ചിനെയും കൊന്നാനെ, ഉറപ്പായിട്ട് ഇവന്മാർ ചെയ്താനെ. നല്ല രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ വീടിന് നേരെ നടന്നിരിക്കുന്നത്. പെട്രോൾ ഒഴിക്കുകയും അതോടൊപ്പം തന്നെ വടിവാൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ജനൽപ്പാളികളൊക്കെ തന്നെ പൊളിച്ചതിന് ശേഷമാണ് കല്ലെറിയുകയും അതോടൊപ്പം തന്നെ വീട് പൂർണ്ണമായിട്ട് തകർക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വീടിന് സമീപത്തുണ്ടായിരുന്ന 2 ഓട്ടോറിക്ഷകൾ, ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള 2 ചേട്ടന്മാരുടെ ഓട്ടോറിക്ഷകളും കൂടി യാതൊരു പ്രകോപനവും ഇല്ലാതെ ഇവർ തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഏതായാലും ഈ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഈ വീട്ടിലുണ്ടായിരുന്ന ഈ കുഞ്ഞ് ഉൾപ്പെടെ വലിയ രീതിയിൽ പേടിച്ച ഒരു അവസ്ഥയിലാണ് കുഞ്ഞുങ്ങളൊക്കെ. അവർക്കൊന്നും തന്നെ പറയാൻ പറ്റുന്നില്ല. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് ഇവരുടെ ഒരു ഫോൺ കോളുകൾ ചെല്ലുമ്പോൾ അത് സ്വിച്ച് ഓഫ് ചെയ്തു. 2 പ്രാവശ്യം ഇവർ ഫോണിലേക്ക് വിളിച്ചു, പക്ഷേ സ്വിച്ച് ഓഫ് ചെയ്തു. പിന്നീട് ഇവർ 100ലേക്ക് വിളിച്ചതിന് ശേഷമാണ് കണക്ട് ചെയ്ത് ഇവിടേക്ക് പോലീസ് എത്തിയതെന്നാണ് ഇവർ പറയുന്നത്. വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് ഇവർ പോലീസിനെതിരെയും പറയുന്നത്. അതോടൊപ്പം ഈ വീട്ടിൽ കഴിഞ്ഞ ദിവസം സംഭവം നടക്കുമ്പോൾ ഉണ്ടായിരുന്ന അമ്മയാണിത്. അതോടൊപ്പം ഈ പ്രദേശവാസികളൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു നടുക്കത്തിലാണ്. കാരണം നിരവധി തവണ ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ വിളിച്ചു പറയുമ്പോഴും പോലീസ് വലിയ രീതിയിൽ ഇവരെ അവഗണിക്കുന്നു എന്നുള്ളൊരു ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ളൊരു അന്വേഷണം വേണം. പ്രതികൾ എന്ന് പറയുന്നവരെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്.